ഹായ് ഹലോ നമസ്കാരം. ടോയ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ ടോയാണ്. XLG എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾസ് റോയ്സ് ആണ് കേട്ടോ, കണ്ടല്ലേ. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിനിയേച്ചർ സംഭവമാണ് ഈ ഒരു XLG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമുലേഷൻ, സൗണ്ട്, ലൈറ്റ് ഉണ്ട്. 1:24 ഡൈ കാസ്റ്റ് ആണ് ഈ ഒരു ടോയ് വരിക. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സൂപ്പർ കേട്ടല്ലേ, എന്ത് രസമുള്ള കളറാന്ന് നോക്കി. ഇത് ശരിക്കും ആ ഒരു നല്ലൊരു ഷേപ്പിൽ തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത് കേട്ടോ. ഫൈനലി നമ്മുടെ കയ്യിൽ ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോൾസ് റോയ്സിൻ്റെ ഒരു എന്താ പറയുക XL എന്ന് പറഞ്ഞ ഒരു മോഡലിൻ്റെ ടോയ് കാർ. അപ്പോൾ ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫൈനലി ഈ കിടക്കുന്ന അടിപൊളി അടാറ് ഐറ്റം റോൾസ് റോയ്സിൻ്റെ XL എന്ന് പറഞ്ഞ ഒരു കാറ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു 1:24 എന്നുള്ള ഒരു അനുപാതത്തിൽ കിടക്കുന്ന ഒരു ഡൈ കാസ്റ്റ് കാറാണ്. അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും രസകരമാണ് അതിൻ്റെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊരു ഫിനിഷിങ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ ഒരു മാസീവ് ലുക്ക് ഈ വാഹനത്തിന് അതേപടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ചെറിയ മൈന്യൂട്ടായ ഡീറ്റെയിലിംഗ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിന് മൊത്തം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലെ പോർഷൻസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ചെറിയ താഴെയുള്ള ആ ഒരു ബമ്പറിൻ്റെ പോർഷൻസും അതുപോലെ ലൈറ്റിങ് ഏരിയകളും ആ ഗ്രില്ലിൻ്റെ സെറ്റപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി അടുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഗ്രില്ലിൻ്റെ പോർഷനും അതിൻ്റെ മുകളിലുള്ള ആ ഒരു സിമ്പിൾ ലോഗോ എംബ്ലം അത് കണ്ടില്ലേ, അത് അവരുടെ ആ ഒരു ഐക്കോണിക് ലോഗോ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറുതായതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ഇല്ല, എങ്കിലും നമുക്ക് മൊത്തത്തിൽ തോന്നുമ്പോഴേക്കും ആ ഒരു അതിൻ്റെ റോൾസ് റോയ്സിൻ്റെ ആ ഒരു ലോഗോ കൊത്തി എടുത്തിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയ്ക്കും രസകരമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മുകളിൽ നിന്നുള്ള ഒരു പവർ ലൈനുകളൊക്കെ അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രില്ല്, ആ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഗ്രില്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമാണ്. ഇനി അവിടെ നേരെ സൈഡിലിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ടയർ ഇൻഡിക്കേറ്ററൊക്കെ പോർഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ടയർ വീലുകളാണ്, വീതിയേറിയ ടയർ വീലുകളാണ്. അത് ആ കൃത്യമായി തന്നെ ആ കാറിൻ്റെ അനുപാതത്തിൽ തന്നെ ആ ടയറുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്പോക്കി വീലാണ്, ഒരു അലോയ് വീലെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്പോക്കാണ് കൊടുത്തിട്ടുള്ളത്. സിൽവർ ഫിനിഷാണ്, മെറ്റൽ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സൈഡിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിററിൻ്റെ സൈഡുകളൊക്കെ ഡോറിൽ തന്നെയാണ് ആ മിറർ കൊടുത്തേക്കുന്നത്. ആ ഡോറിൻ്റെ മുകളിലുള്ള പോർഷൻസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ ഫിനിഷിങ് ഒരു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഡോറിട്ട് ഇറങ്ങി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡോർ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡോർ ഓപ്പൺ ആവും. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ വളരെ മനോഹരമായ ഡിസൈൻ തന്നെ അവിടെ കാണാൻ പറ്റും. അകത്തേക്ക് തന്നെ ഡോറിൻ്റെ സൈഡിലുള്ള ഡോർ പോക്കറ്റുകളും സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ രസകരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഈ ഒരു ഇവിടെ ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതേപോലെ ഈ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ സൈഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും റോൾസ് റോയ്സിൻ്റെ എങ്ങനെയാണ് ഒരു വാഹനം തുറക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അത് രണ്ട് സൈഡിട്ടും ഉള്ള രീതിയിൽ തന്നെയാണ് അത് വന്നേക്കുന്നത്. ശരിക്കും കണ്ടല്ലേ, എത്ര രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അകത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെതർ ഫിനിഷാണ്. ലെതർ ഫിനിഷ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, അകത്തെ ഫിനിഷിങ്ങും കാര്യങ്ങളും രസകരമായി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കളിക്കാൻ പറ്റും, നോക്കട്ടെ. കണ്ടോ, അകത്ത് രസകരമായി തന്നെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡ്രൈവർ സൈഡിൽ സീറ്റിൻ്റെ അവിടെ അത് അങ്ങേ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും അതേപോലെ തന്നെ ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു രസകരമായ ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണാം. ചുറ്റി വളഞ്ഞു കഴിയുമ്പോഴും അതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ്, ഇവിടെ ഒരു അലോയ് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, വലിയൊരു ഡിക്കി സ്പേസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലേ, ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പുറകു സൈഡിലുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഡ്രൈവർ സൈഡിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണാം. ഇവിടെ ഇത് ഡ്രൈവർ സൈഡിൻ്റെ ഡോർ നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടോ, ഡ്രൈവർ സൈഡ് തുറന്നു കഴിഞ്ഞപ്പോഴും സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലും മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡിനകത്ത് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ അവരത് മൈന്യൂട്ടായ ഡീറ്റെയിൽസിങ് അവർ കൊടുത്തിട്ടുണ്ട്.
രസകരമാണ് കാണാനായിട്ട്. താഴത്തെ കണ്ടോ ഒരു പെഡൽ കണ്ടോ, ബ്രേക്ക് പെഡലും അതുപോലെ ആക്സിലേറ്റർ പെഡലും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരത് വ്യക്തതയോടെ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസൈൻ നമുക്ക് ശരിക്കും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാം, അത്രയ്ക്കും കൊടുത്തത്. അതുപോലെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ചുറ്റി പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ അതായത് ഈ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുകൂടാണ്ട് ഈ വാഹനത്തിൻ്റെ ഈ സൈഡ് കണ്ടോ, അത് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമേ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഓപ്പൺ ആയിട്ടില്ലേ, ഓപ്പണായി. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ എൻജിൻ പോർഷൻ ഇരിക്കുന്നത്. എൻജിൻ പോർഷൻ നിങ്ങൾ കണ്ടോ, എൻജിനൊക്കെ എത്ര വ്യക്തമായിട്ടാണ് കൊടുത്തേക്കണമെന്ന് നോക്കി. എൻജിൻ്റെ പോർഷൻസ് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ തന്നെ മനോഹരമായി തന്നെ അവർ അത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മേജറായിട്ടുള്ളത്. ഫ്രണ്ടിൽ ബാക്കിലും ഗ്ലാസിൻ്റെ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് തന്നെ ഗ്ലാസ് അല്ല, ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിനിഷാണ്, പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് എങ്കിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്കും എന്താണെന്ന് പറയാം, ഒരു മനോഹരമായ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് ഉള്ളത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. അതേപോലെ ഇത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് ഈ ലൈറ്റുകളൊക്കെ നമുക്ക് ഏകദേശം ഇത് ചെയ്യും. അപ്പോൾ അതിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്. ബാക്ക് സൈഡിൽ ഇത് ഇവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടോ, എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കാർ ഇത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടിട്ടെടുക്കുക, ഇത് ഇവിടെ പതുക്കിയായിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, കണ്ടോ ആ സൗണ്ട് കേട്ടില്ലേ. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം, സൗണ്ട് ശ്രദ്ധിച്ച് കേട്ടത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കി, ഒരു ചെറുതായിട്ട് രീതിയിലൊന്ന് ഞെക്കിയാൽ മതി, പതുക്കെ ഒന്ന് അമർത്തിയാൽ മതി. കണ്ടോ. ഇനി നമുക്ക് ഈ ഡോറ് തുറക്കുമ്പോഴേക്കും സൗണ്ട് കേൾക്കും നോക്കാം. ഈ ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡോറ് തുറക്കുമ്പോഴേക്കും എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും കേട്ട് നോക്കാം. ഡോർ സൗണ്ടൊന്നും കേട്ടില്ല. ഈ ഡോർ തുറക്കും, ഡോർ തുറക്കുമ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഇനി ഇങ്ങനെ വശത്ത് ഡോർ തുറന്ന് നോക്കാം. സാധാരണ ചില വണ്ടിയുടെയൊക്കെ ഡോർ തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്, ഇതിനകത്ത് സൗണ്ടൊന്നുമില്ല, ഇതിനകത്തും സൗണ്ടൊന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സൗണ്ട് കേൾക്കത്തുള്ളൂ. പുറകിലത്തെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സൗണ്ടൊന്നുമില്ല, പുറകിലത്തെ തുറന്നാലും സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പുറകിലത്തെ ലൈറ്റ് തെളിയുന്ന നോക്കാം കേട്ടോ. ഇല്ല, പുറകിലത്തെ ലൈറ്റ് തെളിയുന്നില്ല, ഫ്രണ്ടിലത്തെ മാത്രം ലൈറ്റാണ് തെളിയുന്നത്. കണ്ടോ, അത് സൗണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള രീതിയിലുള്ള സൗണ്ടാണ് വന്നിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ട്യൂനിങ് കേട്ടോ. അപ്പോൾ ഈ വാഹനം ഒരു പുൾ ബാക്ക് കാറാണെന്ന് പറയില്ലേ, നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പുറകിട്ട് വലിക്കാം. പുറകിട്ട് വലിച്ചതിന് ശേഷം നമുക്കൊന്ന് വിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ പതുക്കെയാണ് വിടുന്നുള്ളൂ, നമുക്ക് ഒത്തിരി ടേബിളിൽ ഒത്തിരി സ്ഥലമില്ല, അപ്പം നമുക്കൊന്ന് വിട്ട് നോക്കാം. ഓക്കെ, കണ്ടല്ലേ, വളരെ ആ ഓട്ടത്തിൽ തന്നെ നല്ല ഒരു ഗാംഭീര്യം കിട്ടുന്നുണ്ട്. കണ്ടല്ലേ, ആ ഒരു ലുക്ക് തന്നെ ഉണ്ടല്ലേ, എന്ത് രസകരമായ ലുക്ക് നോക്കി. ശരിക്കും നമുക്ക് ആ ഒരു വലിയൊരു വാഹനത്തിൻ്റെ ആ ഒരു പ്രൗഢിയും ഒക്കെ വിളിച്ചു പോകുന്ന തന്നെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ മേജറായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതേപോലത്തെ ഇതേപോലെ ഡൈകാസ്റ്റ് വാഹനങ്ങളുടെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വാഹനം 1,00,000 വ്യൂവേഴ്സ് ആയി കഴിയുമ്പോഴും ഇത് ഗിവ് അവേ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. നിങ്ങളെന്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇതേപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.